നമസ്കാരം, എല്ലാവർക്കും 4 ഇയർ UG പ്രോഗ്രാമിൻ്റെ MGU മോഡൽ ക്വസ്റ്റ്യനിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കോർപ്പറേറ്റ് റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് MCQ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുമാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനോട് നമുക്ക് പോകാം. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് കമ്പനി സ്ട്രക്ചർ അലോ എ സിംഗിൾ ഇൻഡിവിജ്വൽ ടു ഇൻകോർപ്പറേറ്റ് എ കമ്പനി വിത്ത് ലിമിറ്റഡ് ലൈബിലിറ്റി മേക്കിംഗ് ഇറ്റ് എ സ്യൂട്ടബിൾ ഓപ്ഷൻ ഫോർ ഓൺട്രപ്രണേഴ്സ് ആൻഡ് സ്മോൾ ബിസിനസ്. സ്മോൾ ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓൺട്രപ്രണേഴ്സിന് എങ്ങനെ അവരുടെ ബിസിനസ്സിന് ഒരു കമ്പനി സ്ട്രക്ചറിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? ഒരു സിംഗിൾ ഇൻഡിവിജ്വലിന് കമ്പനിയായിട്ട് ലിമിറ്റഡ് ലൈബിലിറ്റിയോട് കൂടി പ്രവർത്തിക്കാൻ പറ്റുന്ന ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പറയുന്നു LLP, ഓപ്ഷൻ ബി പറയുന്നു പ്രൈവറ്റ് കമ്പനി, ഓപ്ഷൻ സി 1 person കമ്പനി, ഓപ്ഷൻ ഡി പറയുന്നു ഹോൾഡിംഗ് കമ്പനി. സോ ഏതായിരിക്കും റൈറ്റ് ആൻസർ എന്ന് ചോദിച്ചാൽ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, 1 person കമ്പനി. 1 person കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്താൽ, 1 person കമ്പനിയുടെ സ്ട്രക്ചറിലോട്ട് മാറിയാൽ ഓൺട്രപ്രണേഴ്സിനും ബിസിനസ്സുകാർക്കും വേണമെങ്കിൽ ലിമിറ്റഡ് ലൈബിലിറ്റി ഉള്ള കമ്പനി സ്ട്രക്ചറിലോട്ട് മാറാൻ സാധിക്കും. സോ എന്താണ് 1 person കമ്പനി? അല്ലേ, 1 person കമ്പനി അഥവാ OPC ഈസ് ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ എ സിംഗിൾ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തി ഓൺ ചെയ്യുന്ന, മാനേജ് ചെയ്യുന്ന ദ സോൾ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഡയറക്ടർ. ഒരു ഷെയർ ഹോൾഡർ, ഒരു ഡയറക്ടർ ഉള്ള ലിമിറ്റഡ് ലൈബിലിറ്റി പ്രൊട്ടക്ഷൻ ensures the personal assets of an owners are safeguarded. അല്ലേ, അപ്പം പേഴ്സണൽ ലൈബിലിറ്റി എന്ന് പറയുന്നത്, അല്ലെ, നമ്മുടെ പേഴ്സണൽ ലൈബിലിറ്റി പ്രൊട്ടക്ഷൻ ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓണറുടെ പേഴ്സണൽ അസറ്റ് സേഫ് ഗാർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്തൊക്കെയാണ് 1 person കമ്പനിയുടെ ബെനിഫിറ്റ്? സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, അതുപോലെ പ്രൊട്ടക്റ്റഡ് ലൈബിലിറ്റി, സെപ്പറേറ്റ് മാനേജ്മെന്റ് ഫ്രം ഓണർഷിപ്പ്, ദെൻ മോർ ക്രെഡിബിലിറ്റി, ഹെൽപ്പ് ഇൻ എക്സ്പാൻഷൻ, ദ നോമിനേഷൻ പ്രൊവിഷൻ ഫോർ കണ്ടിന്യൂറ്റി ഫോർ ദ ബിസിനസ് ലൈഫ്. ഈ ബിസിനസ് നമുക്ക് എന്താണ് മുന്നോട്ട് കൊണ്ടുപോകാൻ, ലോങ് ലൈഫിലോട്ട് കൊണ്ടുപോകാനായിട്ട് നോമിനേഷൻ ഫെസിലിറ്റി വഴി സാധിക്കുന്നു എന്നുള്ളതൊക്കെ എന്താണ് 1 person കമ്പനിയുടെ ബെനിഫിറ്റുകളാണ്. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 1 person കമ്പനി. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്റ്റേജ് ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് എ കമ്പനി? കമ്പനിയുടെ ഫോർമേഷൻ്റെ സ്റ്റേജിൽ ഉൾപ്പെടുത്താത്ത കാര്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ ഫോർമേഷൻ സ്റ്റേജ് ആണ്, തുടക്കത്തിലെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പ്രൊമോഷൻ, ഓപ്ഷൻ ബി ഇൻകോർപ്പറേഷൻ, ഓപ്ഷൻ സി ലിക്വിഡേഷൻ ആൻഡ് ഓപ്ഷൻ ഡി ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ. ദെൻ 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ 3 ഓപ്ഷൻസ് കമ്പനിയുടെ ഫോർമേഷൻ ടൈമിൽ നമുക്ക് ആവശ്യമുള്ള സ്റ്റേജസ് ആണ്. എന്നാൽ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയുടെ ഫോർമേഷൻ ടൈമിൽ ആവശ്യം ഇല്ലാത്ത സ്റ്റേജാണ്. സോ അതാണ് നമ്മുടെ ക്വസ്റ്റിനകത്ത് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ദെൻ ഫോളോയിങ് ഇസ് നോട്ട് എ സ്റ്റേജ് ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് എ കമ്പനി? ദെൻ ദ റൈറ്റ് ആൻസർ ഏതാണെന്ന് നമുക്ക് നോക്കുന്നതിന് മുമ്പ് സ്റ്റേജസ് ഇൻ ഫോർമേഷൻ ഓഫ് കമ്പനി, ഏതൊക്കെ സ്റ്റേജസിലൂടെയാണ് ഫോർമേഷൻ കമ്പനി പോകുന്നത്? ദെൻ ഫോർമേഷൻ സ്റ്റേജ് എടുത്താൽ അവിടെ എന്താണ് ഇൻകോർപ്പറേഷൻ സ്റ്റേജ് ഉണ്ട്, ക്യാപിറ്റൽ റൈസിംഗ് സ്റ്റേജ് ഉണ്ട്, കമൻസ്മെന്റ് ഓഫ് ബിസിനസ് സ്റ്റേജ് ഉണ്ട്. ഇതൊക്കെ എന്താണ് നമ്മുടെ കമ്പനിയുടെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇൻകോർപ്പറേഷൻ വരുന്നുണ്ട്, ക്യാപിറ്റൽ റൈസിംഗ് വരുന്നുണ്ട്, കമൻസ്മെന്റ് ഓഫ് ബിസിനസ് സ്റ്റേജ് വരുന്നുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫോർമേഷൻ പറഞ്ഞിട്ടുണ്ട്, ഇൻകോർപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്, ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം എന്തിൻ്റെ ഭാഗമാണ്? ഫോർമേഷൻ ഓഫ് കമ്പനിയുടെ ഭാഗമാണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഫോർമേഷൻ ഓഫ് കമ്പനി. അറ്റ് ദ സെയിം ടൈം ലിക്വിഡേഷൻ പറഞ്ഞിട്ടുണ്ട്. ലിക്വിഡേഷൻ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ദ റൈറ്റ് ആൻസർ, ലിക്വിഡേഷൻ. ലിക്വിഡേഷൻ എന്താണ്? കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, കമ്പനി അവസാനിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, അതിൻ്റെ ക്ലോഷറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ലിക്വിഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റേജിൽ നമുക്ക് ആവശ്യമുള്ള ഒരു പ്രോസസ്സാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ലിക്വിഡേഷൻ. The next one is, what is the minimum number of directors required for a private company? പ്രൈവറ്റ് കമ്പനിയിൽ എത്ര ഡയറക്ടേഴ്സ് മിനിമം വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. അപ്പം ഒരു ഡയറക്ടർ മതിയോ, 2 ഡയറക്ടർ മിനിമം വേണോ, 3 ഡയറക്ടർ മിനിമം വേണോ, അതോ 4 ഡയറക്ടർ മിനിമം ഉണ്ടെങ്കിലേ ഒരു പ്രൈവറ്റ് കമ്പനി ഫോം ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അപ്പോൾ എന്താണെന്ന് നോക്കിയാൽ, ദ മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഇൻ എ കമ്പനി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് കമ്പനി ആസ് പെർ ദ കമ്പനീസ് ആക്ട് 2013. കമ്പനീസ് ആക്ട് 2013യുടെ അമെൻമെന്റ് അനുസരിച്ച്, ആ അമെൻമെന്റിൽ പറഞ്ഞിരിക്കുന്നു കമ്പനിയുടെ നേച്ചർ അനുസരിച്ച്, അല്ലെ, കമ്പനിയുടെ എന്നാൽ ടൈപ്പ് അനുസരിച്ച് നമ്പർ ഓഫ് ഡയറക്ടേഴ്സ്, മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് വേരിയേഷൻ വരാം. പബ്ലിക് കമ്പനി ആണെങ്കിൽ ഇത് മിനിമം നമ്പർ ഓഫ് ഡയറക്ടർ ഈസ് 3 പേര് വേണം.
Private company, in the case of private company, the minimum number of directors is 2. In case of one person company, the minimum number of directors is 1. One person company എന്താണെന്ന് തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അറിയാം, പബ്ലിക് കമ്പനി ആണെങ്കിൽ മിനിമം 3 ഡയറക്ടേഴ്സ്, പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ മിനിമം 2 ഡയറക്ടേഴ്സ്, വൺ പേഴ്സൺ കമ്പനി ആണെങ്കിൽ മിനിമം 1 ഡയറക്ടർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റിനോട്ട് വന്നു കഴിഞ്ഞാൽ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ എത്ര ഡയറക്ടർ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ, 2 ഡയറക്ടേഴ്സ് മിനിമം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലോട്ട് പോയി കഴിഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് കോൺട്രാക്ട് ഈസ് സൈൻഡ് ബൈ ദ പ്രൊമോട്ടർ ഡ്യൂറിംഗ് ദ പ്രൊമോഷൻ ഓഫ് ദ കമ്പനി വിത്ത് ദ തേർഡ് പാർട്ടി ഓൺ ബിഹാഫ് ഓഫ് പ്രൊപ്പോസ്ഡ് കമ്പനി. അപ്പോൾ പ്രൊപ്പോസ്ഡ് കമ്പനിക്ക് വേണ്ടി താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് കോൺട്രാക്റ്റ് ആണ് പ്രൊമോട്ടർ ദെൻ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് ചേർന്ന് സൈൻ ചെയ്തിരിക്കുന്നത്? ആർക്കാ? പ്രൊപ്പോസ്ഡ് കമ്പനിക്ക് വേണ്ടി പ്രൊമോട്ടറും ഒരു തേർഡ് പാർട്ടിയുമായിട്ട് സൈൻ ചെയ്തിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് കോൺട്രാക്റ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പ്രിലിമിനറി കോൺട്രാക്ട്, ഓപ്ഷൻ ബി പ്രോസ്പെക്ടസ്, ഓപ്ഷൻ സി MOA, then memorandum of association, then option D AOA, article of association. So ഈ 4 കേസിൽ ഏത് കോൺട്രാക്റ്റ് ആണ് പ്രൊമോട്ടറും തേർഡ് പാർട്ടിയും കമ്പനിക്ക് വേണ്ടി ഓൺ ബിഹാഫ് ഓഫ് പ്രൊപ്പോസ്ഡ് കമ്പനിക്ക് വേണ്ടി പ്രൊമോഷൻ സ്റ്റേജിൽ സൈൻ ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഓപ്ഷൻ എ പ്രിലിമിനറി കോൺട്രാക്ട്, എ കോൺട്രാക്ട് എൻറ്റേഡ് into by the promoter of a company with the third party before the company is legally incorporated. കമ്പനി ലീഗലി ഇൻകോപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് പ്രൊമോട്ടറും ഒരു തേർഡ് പാർട്ടിയും തമ്മിൽ ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു കോൺട്രാക്റ്റ് ആണ് പ്രിലിമിനറി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പം കമ്പനി ലീഗലി ഇൻകോപ്പറേറ്റഡ് ആയിട്ടില്ല, അതിൻ്റെ പ്രൊമോഷൻ സ്റ്റേജിലാണ്. തേർഡ് പാർട്ടിയും പ്രൊമോട്ടറും തമ്മിലാണ് എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിരിക്കുന്നത്. Then prospectus എന്നാണ്, ഇറ്റ്സ് എ ഫോർമൽ ഡോക്യുമെന്റ് ഇഷ്യൂഡ് ബൈ ദ കമ്പനി ഇൻവൈറ്റിംഗ് ദ പബ്ലിക് ടു പർച്ചേസ് ഇറ്റ് ഷെയർസ് ഓർ ഡിബഞ്ചർ. ദെൻ പ്രോസ്പെക്ടസ് ഒരു ഡോക്യുമെന്റ് ആണ്, ഫോർമൽ ഡോക്യുമെന്റ് ആണ് കമ്പനിയുടെ. അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? ഷെയറുകളും ഡിബഞ്ചറുകളും ഇഷ്യൂ ചെയ്യുമ്പോൾ പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഇഷ്യൂ ചെയ്യുന്നതാണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. MOA മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ഇറ്റ്സ് എ ഫണ്ടമെന്റൽ ലീഗൽ ഡോക്യുമെന്റ് ഓഫ് എ കമ്പനി ദാറ്റ് ഔട്ട്ലൈൻ ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്, സ്കോപ്പ്, ഓപ്പറേഷൻ ആൻഡ് ദ റിലേഷൻഷിപ്പ് വിത്ത് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. കമ്പനിയുടെ എന്താണ് ഒരു ഫണ്ടമെന്റൽ ലീഗൽ ഡോക്യുമെന്റ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് കമ്പനിയെ സംബന്ധിക്കുന്ന എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ്, സ്കോപ്പ്, ഓപ്പറേഷൻ, റിലേഷൻഷിപ്പ് വിത്ത് ഷെയർ ഹോൾഡേഴ്സ്, ഈ ഇൻഫർമേഷൻസ് ഒക്കെ അടങ്ങിയ ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ് MOA അഥവാ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ AOA ഉണ്ട്. ദെൻ അസോസിയേഷൻ ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അല്ലേ, ദ ഡോക്യുമെന്റ് ദാറ്റ് കണ്ടെയ്ൻ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഗവേണിംഗ് ദ ഇന്റേണൽ മാനേജ്മെന്റ് ഓഫ് എ കമ്പനി. കമ്പനിയുടെ ഇന്റേണൽ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഡോക്യുമെന്റ്സ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മുടെ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്ന തേർഡ് പാർട്ടിയും പ്രൊമോട്ടറും തമ്മിൽ ദെൻ പ്രൊമോഷൻ സ്റ്റേജിൻ്റെ സമയത്ത് കമ്പനിക്ക് വേണ്ടി പ്രൊപ്പോസ്ഡ് കമ്പനിക്ക് വേണ്ടി തയ്യാറാക്കിയ കോൺട്രാക്റ്റ് ഏതാണെന്നാണ്. ഓപ്ഷൻ എ ദ റൈറ്റ് ആൻസർ ഈസ് പ്രിലിമിനറി കോൺട്രാക്ട്. സോ 4 എന്താണെന്ന് നമ്മൾ കണ്ടു. റൈറ്റ് ആൻസർ ഈസ് പ്രിലിമിനറി കോൺട്രാക്ട്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്? എന്താണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് മീൻസ് എ പ്രോസ്പെക്ടസ് വിച്ച് ഇൻക്ലൂഡ് കംപ്ലീറ്റ് പർട്ടിക്കുലേഴ്സ് ഓഫ് എ ക്വാണ്ടം ഓർ ദ പ്രൈസ് ഓഫ് എ സെക്യൂരിറ്റീസ് ഇൻക്ലൂഡഡ് ദെയറിൻ. സെക്യൂരിറ്റിയെ സംബന്ധിക്കുന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു കാര്യമാണ്, ഒരു പ്രോസ്പെക്ടസ് ആണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നു. ഇറ്റ് മീൻസ് ദ പ്രോസ്പെക്ടസ് വിച്ച് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ കംപ്ലീറ്റ് പർട്ടിക്കുലേഴ്സ് ഓഫ് ദ ക്വാണ്ടം ഓർ ദ പ്രൈസ് ഓഫ് എ സെക്യൂരിറ്റി ഓഫ് ഇൻക്ലൂഡഡ് ദെയറിൻ. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് തരാത്ത, ഡസ് നോട്ട് ഇൻക്ലൂഡ് കംപ്ലീറ്റ് പർട്ടിക്കുലേഴ്സ്, അങ്ങനെയാണോ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് എ പ്രോസ്പെക്ടസ് ഇഷ്യൂഡ് ബൈ ദ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ടു അപ്രൂവ് ആൻ IPO, ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ്ങിന് വേണ്ടി, ദെൻ IPO നടത്തുന്നതിന് വേണ്ടി സെബി സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്നതാണോ പ്രോസ്പെക്ടസ്? ദെൻ ആ പ്രോസ്പെക്ടസിനെയാണോ നമ്മൾ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് വിളിക്കുന്നത്? അതോ ഇറ്റ് മീൻസ് എ പ്രോസ്പെക്ടസ് വിച്ച് ഇൻക്ലൂഡ് ദ മേജർ പർട്ടിക്കുലേഴ്സ് ഓഫ് എ സെക്യൂരിറ്റീസ് ട്രേഡഡ് ഓൺ ദ കോഴ്സ് ഇൻ ലാസ്റ്റ് 12 months, കഴിഞ്ഞ 12 മാസമായിട്ട് നമ്മൾ സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്തതിൻ്റെ മേജർ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു ഡോക്യുമെന്റ്സ് ആണോ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്? 4 ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്?
The right answer is option B. It means a prospectus which does not include the complete particulars of the quantum or the price of securities included therein. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് വുഡ് നോട്ട് ക്യാരി ദ പ്രിഫറൻഷ്യൽ റൈറ്റ് വിത്ത് റെസ്പെക്ട് ടു. ദെൻ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ക്യാരി ചെയ്യാത്ത റൈറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പറയുന്നു ഇൻ റീപേയ്മെൻറ്റ് ഇൻ കേസ് ഓഫ് എ വൈൻഡിങ് അപ്പ് ഓർ ദ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. ഓപ്ഷൻ ബി പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്. ഓപ്ഷൻ സി വോട്ടിംഗ് റൈറ്റ്. ഓപ്ഷൻ ഡി ഒൺലി എ ആൻഡ് ബി ആർ കറക്റ്റ്. 4 ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ് അല്ലാത്തത് എന്താണെന്നാണ് ഈ ക്വസ്റ്റിന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള 3 ഓപ്ഷൻസ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ് ആയിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർക്കുക. യെസ്, അപ്പോൾ എന്താണ് പ്രിഫറൻസ് ഷെയർസിനെ കുറിച്ച് നമുക്കറിയാവുന്നത്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ചില സർട്ടൻ പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട്. ഫസ്റ്റ് എന്താണ്? ഗെറ്റ് എ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്. ദെൻ നോർമൽ ഷെയർ ഹോൾഡേഴ്സിന് അല്ലെ ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടുന്നതിന് മുമ്പ് ഫിക്സഡ് റേറ്റ് ഡിവിഡൻഡ് കിട്ടാനുള്ള റൈറ്റ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. ദെൻ നോ വോട്ടിംഗ് റൈറ്റ്, അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ല. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഇല്ല. സ്പെഷ്യൽ കേസിൽ മാത്രമേ വോട്ടിംഗ് റൈറ്റ് ഉള്ളൂ. അതേസമയം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് റിയൽ ഓണേഴ്സ്, അവർക്കാണ് വോട്ടിംഗ് റൈറ്റ് ഉള്ളത്. ദെൻ 3 പറയുന്നതാണ് പ്രയോറിറ്റി ഇൻ കേസ് ഓഫ് ലിക്വിഡേഷൻ. കമ്പനി വൈൻഡിങ് അപ്പ് നടത്തുമ്പോൾ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നതിന് മുമ്പായിട്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഷെയർ തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ എമൗണ്ട് തിരിച്ചു കിട്ടും. കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയറിനുള്ള റൈറ്റ് ഉണ്ട്. ദെൻ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ അത് ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ക്യുമുലേറ്റീവ് ഡിവിഡൻഡ് ഫെസിലിറ്റി ഉണ്ട്. ദെൻ ഏതെങ്കിലും വർഷം നമുക്ക് ഡിവിഡൻഡ് കിട്ടാതിരിക്കുകയാണെങ്കിൽ അത് അക്യുമുലേറ്റ് ചെയ്ത് ഫ്യൂച്ചർ ഇയറിൽ നമുക്ക് കിട്ടാനുള്ള പോസിബിലിറ്റിയും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. സോ ഈ റൈറ്റും ആർക്കുള്ളതാണ്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഉള്ളതാണ്. അപ്പോൾ ഫിക്സഡ് എമൗണ്ട് ഡിവിഡൻഡ് കിട്ടുന്നുണ്ട്. അതുപോലെ ലിക്വിഡേഷൻ്റെ സമയത്ത് ആദ്യം പേയ്മെൻറ്റ് കിട്ടുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും. ക്യുമുലേറ്റീവ് ഡിവിഡൻഡിനുള്ള റൈറ്റ് ഉണ്ട്. ദെൻ എന്നാൽ വോട്ടിംഗ് റൈറ്റ് ഇല്ല എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ്. ദെൻ അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് വുഡ് നോട്ട് ക്യാരി ദ പ്രിഫറൻഷ്യൽ റൈറ്റ് വിത്ത് റെസ്പെക്ട് ടു ഓപ്ഷൻ സി. ദ റൈറ്റ് ആൻസർ ഈസ് വോട്ടിംഗ് റൈറ്റ്. വോട്ടിംഗ് റൈറ്റ് ആർക്കാ ഉള്ളത്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് വോട്ടിംഗ് റൈറ്റ് ഉള്ളത്. അപ്പോൾ ബാക്കി റീപേയ്മെൻറ്റ് കേസ് എടുത്താൽ ഇൻ കേസ് ഓഫ് വൈൻഡിങ് അപ്പ് ഓർ ദ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ റീപേ ചെയ്യുന്ന സമയത്ത് അല്ല വൈൻഡിങ് അപ്പിൻ്റെ സമയത്തൊക്കെ റീപേയ്മെൻറ്റ് കിട്ടാൻ ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സിനേക്കാൾ മുമ്പ് പ്രിഫറൻസ് ഉള്ളവരാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഡിവിഡൻഡ് കിട്ടാൻ പ്രിഫറൻസ് ഉള്ളവരാണ്. ദെൻ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ഹൗ എ പബ്ലിക് കമ്പനി മേ ഇഷ്യൂ സെക്യൂരിറ്റി. എങ്ങനെയാണ് ഒരു പബ്ലിക് കമ്പനി സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്നത്? ഓപ്ഷൻ എ പറയുന്നു ത്രൂ എ റൈറ്റ് ഇഷ്യൂ ഓർ എ ബോണസ് ഇഷ്യൂ. പബ്ലിക് കമ്പനി റൈറ്റ് ഇഷ്യൂ വഴി അല്ലെങ്കിൽ ബോണസ് ഇഷ്യൂ വഴി അവർക്ക് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാമെന്ന് പറയുന്നു. ഓപ്ഷൻ ബി പറയുന്നു ടു പബ്ലിക് ത്രൂ പ്രോസ്പെക്ടസ്. പബ്ലിക്കിന് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് സെക്യൂരിറ്റീസ് കളക്ട് ചെയ്യാമെന്ന് പറയുന്നു, ഇഷ്യൂ ചെയ്യാമെന്ന് പറയുന്നു. ഓപ്ഷൻ സി പറയുന്നു ത്രൂ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നടത്തി സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാമെന്ന് പറയുന്നു. ഓപ്ഷൻ ഡി പറയുന്നു ഇതെല്ലാം പോസിബിൾ ആണ്, ഓൾ ഓഫ് ദി എബോ. 4 ഓപ്ഷൻസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഏതായിരിക്കും റൈറ്റ് ആൻസർ? ഹൗ എ പബ്ലിക് കമ്പനി മേ ഇഷ്യൂ സെക്യൂരിറ്റി. ദെൻ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോ. ഒരു പബ്ലിക് കമ്പനിക്ക് അവരുടെ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാൻ വേണമെങ്കിൽ റൈറ്റ് ഇഷ്യൂ ചൂസ് ചെയ്യാം. ദെൻ അല്ലെങ്കിൽ ബോണസ് ഇഷ്യൂ ചൂസ് ചെയ്യാം. ദെൻ അല്ലെങ്കിൽ പബ്ലിക് ത്രൂ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് പബ്ലിക്കിന് നമുക്ക് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാം. അതുമല്ലെങ്കിൽ അവർക്ക് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റും പോസിബിൾ ആണ്. ഈ ഏത് മെത്തേഡ് യൂസ് ചെയ്ത് വേണമെങ്കിലും അവർക്ക് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാമെന്നുള്ളതാണ് പബ്ലിക് കമ്പനിയുടെ പ്രത്യേകത. അപ്പോൾ റൈറ്റ് ആൻസർ ഈസ് ഓൾ ഓഫ് ദി എബോ. ദെൻ എ കമ്പനി ക്യാൻ ബി രജിസ്റ്റേർഡ് ഓൺലൈൻ ഇൻ ഇന്ത്യ ത്രൂ. എങ്ങനെയാണ് ഒരു കമ്പനി ഓൺലൈനായിട്ട് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുന്നത്? ഓപ്ഷൻ എ പറയുന്നു CII പോർട്ടൽ. ഓപ്ഷൻ ബി പറയുന്നു MCA പോർട്ടൽ. ഓപ്ഷൻ സിയിൽ പറയുന്നു DSC പോർട്ടൽ. ഓപ്ഷൻ ഡി പറയുന്നു DIN പോർട്ടൽ. 4 പോർട്ടലുകളെ കുറിച്ചാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ 4 പോർട്ടലിൽ ഏത് പോർട്ടലിലൂടെയാണ് ഇന്ത്യയിൽ ഓൺലൈനായിട്ട് നമുക്ക് കമ്പനി രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, MCA പോർട്ടൽ. MCA പോർട്ടൽ വഴിയാണ് നമുക്ക്
രജിസ്ട്രേഷൻ പോസിബിൾ ആകുന്നത്. എന്തായിരിക്കും MCA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? MCA മീൻസ് ഇത്രയുമുള്ളൂ, ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് അല്ലേ. ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഈസ് ദ ഗവൺമെൻറ് ബോഡി ദാറ്റ് ഹാൻഡിൽ ദ കമ്പനി രജിസ്ട്രേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കമ്പനി രജിസ്ട്രേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ്, MCA ആണ്. MCAയുടെ പോർട്ടൽ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പനി രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. MCA ഓഫർ ഈ സർവീസ് ഓൺ ഇറ്റ്സ് പോർട്ടൽ വിച്ച് ക്യാൻ ബി അസസ്ഡ് ബൈ രജിസ്റ്ററിങ് ആസ് എ യൂസർ. ഒരു യൂസറായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് MCA പോർട്ടൽ വഴി നമുക്ക് ഈ സർവീസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് യൂസർ അക്കൗണ്ട് ഇൻക്ലൂഡിംഗ് രജിസ്റ്റേർഡ് യൂസർ, ദ ബിസിനസ് യൂസർ, ഈച്ച് വിത്ത് എ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ആക്സസ്. ഓക്കെ, അപ്പോൾ MCA പോർട്ടൽ വഴിയാണ് നമുക്ക് കമ്പനി ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യാൻ, ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് വൺ, ദ നെയിം ദ ഡിബഞ്ചേഴ്സ് ദാറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ബൈ മിയർ ഡെലിവറി. ഡിബഞ്ചർ ജസ്റ്റ് മിയർ ഡെലിവറി വഴി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നുമില്ലാതെ ഡിബഞ്ചർ ഒരാളിൽ നിന്ന് വേറൊരാളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് ഓപ്ഷൻ A ഫസ്റ്റ് ഡിബഞ്ചേഴ്സ് ആണോ, ഓപ്ഷൻ B സെക്കൻഡ് ഡിബഞ്ചേഴ്സ് ആണോ, ഓപ്ഷൻ C രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് ആണോ, ഓപ്ഷൻ D ബെയറർ ഡിബഞ്ചേഴ്സ് ആണോ. 4 ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. ഇതിൽ ഒരു ടൈപ്പ് ഓഫ് ഡിബഞ്ചർ എടുത്ത് പറയുന്നു നിങ്ങൾക്ക് മിയർ ട്രാൻസ്ഫർ പോസിബിൾ ആണ്, ആർക്ക് വേണമെങ്കിലും ഡിബഞ്ചർ കൈമാറ്റം ചെയ്യാൻ പറ്റുന്നതാണെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഡിബഞ്ചറിനെ വിളിക്കുന്ന പേരാണ് ഓപ്ഷൻ D ബിയറർ ഡിബഞ്ചർ. ഇപ്പോൾ നമ്മുടെ ഇരിക്കുന്നത് ബിയറർ ഡിബഞ്ചർ ആണ് എങ്കിൽ നമുക്ക് ജസ്റ്റ് ട്രാൻസ്ഫർ ചെയ്താൽ മതി, ആരുടെ കൈവശം ഇരിക്കുന്നോ അവർക്ക് ആ ഡിബഞ്ചറിൻ്റെ ബെനിഫിറ്റ്സ് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ബിയറർ ഡിബഞ്ചർ എന്ന് നമുക്ക് നോക്കാം. ദ ബിയറർ ഡിബഞ്ചേഴ്സ് ആർ ദ ഡിബഞ്ചേഴ്സ് വിച്ച് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ബൈ വേ ഓഫ് ഡെലിവറി ആൻഡ് ദ കമ്പനി ഡസ് നോട്ട് കീപ് എനി റെക്കോർഡ് ഓഫ് ദ ഡിബഞ്ചർ ഹോൾഡർ. കമ്പനി ഡിബഞ്ചർ ഹോൾഡറിൻ്റെ ഒരു റെക്കോർഡ്സും കീപ്പ് ചെയ്യുന്നില്ല. പകരം എന്താണ്, ഇത് ആരുടെ കൈവശം ഇരിക്കുന്നോ അവരായിരിക്കും ഡിബഞ്ചർ ഹോൾഡറായിട്ട് മാറുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് മിയർ ട്രാൻസ്ഫർ തന്നെ ഡിബഞ്ചറിൻ്റെ എന്താണ് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യും. ദ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഈസ് പെയ്ഡ് ടു എ പേഴ്സൺ ഹു പ്രൊഡ്യൂസ് ദ ഇൻട്രസ്റ്റ് കൂപ്പൺ അറ്റാച്ച്ഡ് ടു സച്ച് ഡിബഞ്ചർ. ആരാണോ ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇൻട്രസ്റ്റ് കൂപ്പൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവരായിരിക്കും ആ സമയത്ത് ഇൻട്രസ്റ്റ് കിട്ടാൻ അർഹതയുള്ള ആളെന്ന് പറയുന്നത്. അപ്പം ആർക്ക് വേണമെങ്കിലും നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ബിയറർ ഡിബഞ്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെയുള്ള ഇൻട്രസ്റ്റ് കൂപ്പൺ ആരാണോ സബ്മിറ്റ് ചെയ്യുന്നത്, ആരാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവർക്കായിരിക്കും ആ സമയത്ത് ആ ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അപ്പം ഇത് കമ്പനിയുടെ ഒരു ബുക്ക് ഓഫ് അക്കൗണ്ടിലും ഈ ഡിബഞ്ചർ ഹോൾഡറിൻ്റെ പേര് റെക്കോർഡ് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് മിയർ ട്രാൻസ്ഫർ പോസിബിൾ ആകുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. The next one, under Companies Act 2013, the company may be wound up by dash and the voluntary winding up. So, അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? കമ്പനീസ് ആക്ട് 2030 പ്രകാരം കമ്പനി വൗണ്ട് അപ്പ് ചെയ്തിരിക്കുന്നു ഡാഷ് വഴി ആൻഡ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. ദെൻ അപ്പോൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഓപ്ഷൻ A പറയുന്നു ഡെപ്റ്റ് റിക്കവറി ട്രൈബ്യൂണൽ ആണോ, ഓപ്ഷൻ B നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ ആണോ, ഓപ്ഷൻ C കോർട്ട് വഴിയാണോ, ഓപ്ഷൻ D കോർപ്പറേറ്റ് ക്രെഡിറ്റർ ആണോ. 4 ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. സോ റൈറ്റ് ആൻസർ ഈസ് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ ആണ്. അണ്ടർ കമ്പനീസ് ആക്ട് 2030 കമ്പനി മേ ബി വൗണ്ട് അപ്പ് ബൈ ദ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ ആൻഡ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. അപ്പോൾ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ വഴിയാണ് നമുക്കിത് പോസിബിൾ ആകുന്നത്. എന്താണ് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ? നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ ഈസ് എ ക്വാസി ജുഡീഷ്യൽ ബോഡി ഇൻ ഇന്ത്യ ദാറ്റ് ഡീൽ വിത്ത് ഇഷ്യൂ റിലേറ്റഡ് ടു ഇന്ത്യൻ കമ്പനീസ്. ഇന്ത്യൻ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് ഡീൽ ചെയ്യാനായിട്ടുള്ള ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. ദ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഇന്ത്യൻ ഗവൺമെൻറ് ഓൺ June 1, 2016. 2016 ജൂൺ 1 ഇന്ത്യൻ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. അണ്ടർ ദ കമ്പനീസ് ആക്ട് 2030 ദ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ ദ പർപ്പസ് ഈസ് ടു പ്രൊട്ടക്ട് ദ രജിസ്റ്റേർഡ് ഇന്ത്യൻ കമ്പനി ആൻഡ് അഡ്രസ് ദ ഇഷ്യൂ സച്ച് ആസ്. ഇന്ത്യൻ കമ്പനിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനികളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയും അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യുക. ഇത് മിസ്മാനേജ്മെൻ്റ് ആകാം, മാൽ പ്രാക്ടീസ് ആകാം, ക്ലെയിം ഓഫ് ഒന്നാണ് ഓപ്പറേഷൻ ആകാം, വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി ആകാം. ഇത് ഡീൽ ചെയ്യുക എന്നുള്ളതാണ് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിൻ്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ വൈൻഡിങ് അപ്പുമായിട്ട് ബന്ധപ്പെട്ട കമ്പനിയുടെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലാണ്. സോ നമ്മുടെ ആൻസറും നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലാണ്.
ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ച് മനസ്സിലാക്കുക. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.